സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി SITക്ക് തട്ടിപ്പ് എങ്ങനെയാണ് നടന്നതെന്ന് കൃത്യമായി മനസ്സിലായി. ഇവിടെ കഴിഞ്ഞ 10-28 വർഷമായി ശബരിമല നടവരമ്പ് കൂടിക്കൂടി വരുന്നു. അവിടെ കാണിക്കയായിട്ടും നേർച്ച നേർന്നും കൈൻ്റെ ആയിട്ടും വസ്തുക്കളുമായിട്ടും സ്വർണമായിട്ടും അതുപോലെ ഡയമണ്ടായിട്ടും ഒക്കെ ധാരാളം ഭക്തർ ശബരിമല അയ്യപ്പന് സമർപ്പിച്ചു. ഇത് കാലാകാലങ്ങളിൽ അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ദേവസ്വം ബോർഡ് എല്ലാ പ്രസിഡന്റുമാരും ദേവസ്വം മെമ്പേഴ്സും ഒക്കെ പങ്കാളികളാണെന്ന കാഴ്ചകളാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത്. ഈ തട്ടിപ്പെന്ന് പറയുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു തട്ടിപ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാട് തന്നെ പ്രാഥമികമായിട്ട് 32 കോടിയോളം വരുമെന്നാണ് SITയുടെ നിഗമനം. അതേസമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമാണ് ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രബിന്ദു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഒരു സ്വർണ്ണഖനി തന്നെയാണ് ശബരിമല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 28 വർഷത്തെയെങ്കിലും 98 മുതൽ 28 വർഷത്തെ ശബരിമലയിലെ നടവരമ്പും അവിടുത്തെ കാണിക്കയും നേർച്ചയും എല്ലാത്തിനെപ്പറ്റി ഒരു കണക്കിന് വേണം. ഇത് കൃത്യമായി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2020, 21, 22 കാലഘട്ടത്തിൽ ധാരാളം ഭൂമി ഇടപാടുകൾ പത്മകുമാർ നടത്തിയിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട്. അത് ആർക്കൊക്കെ പങ്കുവച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇനി SITയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഇതിനകത്ത് ദേവസ്വം ബോർഡ് അന്നത്തെ മന്ത്രിക്ക് തീർച്ചയായിട്ടും പണം ഒഴുകി വരികയായതുകൊണ്ട് അങ്ങോട്ട് ഒഴുകി എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം കടകംപള്ളിയെ പറ്റി കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പണം അങ്ങോട്ട് ഒഴുകി. പാർട്ടിക്ക് എത്രത്തോളം ഇയാൾ പണം കൊടുത്തു എന്നുള്ള കാര്യവും പുറത്തു വരേണ്ടിയിരിക്കുന്നു. പാർട്ടിക്ക് പണം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് പറയട്ടെ, പക്ഷേ ഇയാളുടെ പാർട്ടിക്ക് പണം കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് താൻ ദൈവതുല്യം കണക്കാക്കിയിരിക്കുന്നവർ തന്നെ ചതിച്ചു എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം പറഞ്ഞു, അയാളെ ആദ്യത്തെ അറസ്റ്റോടുകൂടി എന്നെ ചതിച്ചു, ഞാൻ ചതിയിൽപ്പെട്ടു എന്നൊരു വാക്ക് അങ്ങേരും പറഞ്ഞു. അതിനുശേഷം അങ്ങേരുടെ ബോസായി തട്ടിപ്പിന് കൂട്ടുനിന്ന പത്മകുമാറും പറഞ്ഞു താൻ ദൈവതുല്യം കാണുന്ന ആൾക്കാർ തന്നെ ചതിച്ചു എന്ന്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി ശബരിമല തട്ടിപ്പിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 10-28 വർഷമായിട്ട് ഈ തട്ടിപ്പ് പാർട്ടിയുടെ ഓരോ നേതാക്കളെയും അവിടെ പ്രതിഷ്ഠിച്ച് ആ വ്യക്തികൾ തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് വരുന്നത്. ആ പണം എങ്ങോട്ടൊക്കെ പോയി എന്ന് SIT കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം ശബരിമലയിലെ നമുക്കറിയാം ദ്വാരപാലക ശില്പത്തിലും അതുപോലെ തന്നെ അതിൻ്റെ വാതിലിലും അതിൻ്റെ കട്ടിളപ്പടിയിലും ഒക്കെ പിന്നെ എവിടെയൊക്കെ സ്വർണം പൂശിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് വ്യക്തതയില്ല. എങ്കിലും അവിടെ നിന്നെല്ലാം സ്വർണം തട്ടിയെടുത്തുകൊണ്ട് പോയി. ഏകദേശം 50 കിലോയോളം സ്വർണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവിടെ പൂശിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പൊതിഞ്ഞിട്ടുണ്ട്. 50 കിലോ സ്വർണം കൂടാതെ ഈ 50 കിലോയുടെ എത്രയോ ഇരട്ടി ആൾക്കാർ ശബരിമല ദേവന് അവിടെ സ്വർണം പൊതിയാനും അവിടെ അങ്ങനെ ഭക്തർ എത്രത്തോളം സ്വർണം നേർച്ചയായി അല്ലെങ്കിൽ അയ്യപ്പനായി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു കണക്കുമില്ല. അത് കിലോ കണക്കിന് സ്വർണം വരും. ഈ 50 കിലോളം ഇപ്പോൾ എന്തായാലും ഒരു കണക്ക് വന്നിട്ടുണ്ട്. ഇപ്പം അവിടെ SIT ഇപ്പോൾ അവിടെ പൂശിയതും പൊതിഞ്ഞും എല്ലാം കൂടെ എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെയുള്ളൊരു തട്ടിപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു ശൃംഖലയിൽപ്പെട്ടത് തന്നെയാണ്. കാരണം കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ പല കാലഘട്ടങ്ങളായി അടിച്ചു മാറ്റിയിരിക്കുന്നു. കണക്കും തൊപ്പിയൊന്നും അവിടെ ഇല്ലല്ലോ. അത്യാവശ്യം നടവരവ് അതുമാത്രം ഒരു കണക്ക് വരും. അതിൽ തന്നെ ആരോപണം ധാരാളം വന്നിരിക്കുന്നു. അത് ഒരു ധനലക്ഷ്മി ബാങ്കിലെ ആൾക്കാർ അവിടെ വന്നിരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു. അതിനകത്ത് ധാരാളം തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെന്ന് ആക്ഷേപം വന്നിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ പോലും പത്രക്കാർ ചോദിച്ചാൽ പറയില്ല. എന്താണ് ഇങ്ങനെ പറയാതിരിക്കാൻ കാരണം? ഒരു ദിവസം എണ്ണി തിട്ടപ്പെടുത്തി ഇത്ര കോടി രൂപ ആണ് എന്ന് പറയുന്നതിന് എന്താ നഷ്ടം? ബാങ്കിൻ്റെ പണമല്ലല്ലോ.
ഇത് പൊതുജനങ്ങളുടെ പണമല്ലേ, ഭക്തരുടെ പണമല്ലേ, അതുകൊണ്ട് അത് ഒളിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല, ചോദിക്കണം. അത് തന്നെയല്ല, അവിടെ ഓരോ സ്വർണം പൂശിയതും അല്ലെങ്കിൽ പൊതിഞ്ഞു പോയ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. നമുക്ക് അവിടെ ഒരു യോഗദണ്ഡും രുദ്രാക്ഷമാലയും അവിടുത്തെ പത്മകുമാറിൻ്റെ മകൻ കൊണ്ടുപോയിരിക്കുന്നു. അത് പൂശാൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നട തുറക്കും. അപ്പം ആ നട തുറക്കുന്ന സന്ദർഭത്തിൽ നട അടയ്ക്കുമ്പം അത് ഹരിവരാസനം പാടിയിട്ടാണ് നട അടയ്ക്കുന്നത്. കാരണം അയ്യപ്പനെ ഹരിവരാസനം പാടി ഉറക്കണമെന്നാണ്. ഉറക്കിക്കഴിയുമ്പം, ഉറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ യോഗദണ്ഡും രുദ്രാക്ഷമാലയും കൊടുക്കുമ്പോൾ ഉറങ്ങിക്കഴിയുമ്പം സാമ്പത്തികമായ ചില പൂശലുകൾ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള പൂശലുകൾ ധാരാളം യോഗദണ്ഡിലും രുദ്രാക്ഷമാലയും അത് ഏകദേശം 10-15 പവൻ വരുമെന്നാണ് പറഞ്ഞത്. പത്മകുമാർ കോടിക്കണക്കിന് രൂപ തട്ടിച്ച് നോക്കുമ്പോൾ തൻ്റെ മകനും ഇരിക്കട്ടെ ഒരു 10-15 പവൻ്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പൊതി, അങ്ങനെയുള്ള ഒരു തീരുമാനമാണോ? ഏതായാലും ആ സാധനം അവിടുന്ന് കൊണ്ടുപോയി പൂശാനായിട്ട് മടങ്ങി വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. മടങ്ങി വന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇല്ലയോ എന്ന കാര്യം ഇനി നോക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ബൃഹത്തായ ഒരു അന്വേഷണം, വർഷങ്ങളെടുക്കുന്ന ഒരു അന്വേഷണം ഇതിനകത്ത് വേണ്ടി വരും. ഹൈക്കോടതി എന്തായാലും ആ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകും. ഇതിൻ്റെ അവസാനം കണ്ടെത്തിയേ കഴിയുള്ളൂ. കാരണം ഡിവിഷൻ ബെഞ്ചാണ്, പ്രത്യേക ബെഞ്ചാണ്, അവരാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതിൻ്റെ ഡെപ്ത് എത്രയുണ്ടെന്ന് SIT കണ്ടുപിടിച്ചേ വെക്കുള്ളൂ. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം കുറേ നാളുകൾ നീണ്ടു നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ശബരിമലയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിൻ്റെ ഒരു സാന്നിധ്യം വേണമോ ഇല്ലയോ എന്ന് ഹൈക്കോടതി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമല മുഴുവൻ കൺട്രോൾ ചെയ്തു പോകുന്നത് ഇവിടെ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നു. അവിടെ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയപരമായ ചില ആൾക്കാരെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. പത്മകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ രണ്ട് മെമ്പർമാരെയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആണ് ഇവിടുത്തെ സ്വർണ്ണങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്, അവിടുത്തെ വരുന്ന നടവരവിൻ്റെ കുറേ അധികം ഭാഗങ്ങൾ ചോർത്തിക്കൊണ്ട് പോകുന്നത്. ഇത് കാലാകാലങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ പണം ആരൊക്കെ പങ്കുവെക്കുന്നു എന്നാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത്രയും സാമ്പത്തിക ഇടപാട് നടത്തിയത് കൊണ്ട് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് അന്നത്തെ മന്ത്രിക്ക് കടകംപള്ളി സുരേന്ദ്രന് തീർച്ചയായിട്ടും പണം ഒഴുകുന്നത് കൊണ്ട് അങ്ങോട്ടേക്കും ഒഴുകി. അപ്പോൾ അദ്ദേഹത്തിനും ഈ കേസിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടി വരും. കാരണം അത് അടുത്ത് തന്നെ വരും. അതിനു മുമ്പ് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ SIT ചെയ്യാനുണ്ട്. ചില അറസ്റ്റുകൾ വേണം. കാരണം ജയശ്രീയുടെ അറസ്റ്റ് കിടക്കുന്നു. ഈ ആദ്യത്തെ 2 കേസുകളിനകത്ത് കുറേ ആൾക്കാരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അദ്ദേഹത്തിനെ കസ്റ്റഡി വാങ്ങിക്കേണ്ടി വരും, വീണ്ടും കസ്റ്റഡി വേണ്ടു. അയാൾ ആരൊക്കെയാണ് അയാളുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ഇയാൾ വന്ന് 2017 ഇയാൾ രംഗപ്രവേശനം ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പത്മകുമാറിൻ്റെ ചുമതലയിൽ നിന്നാണോ അത് വന്നത്, അല്ലെങ്കിൽ ആരാണ്, പത്മകുമാറിന് മുകളിൽ ഒരാളുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് പ്രസിഡൻ്റാണ് ഇരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ. അതിൻ്റെ മുകളിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ് ദൈവതുല്യമായി താൻ കാണുന്ന ഒരാൾക്കാരെ തന്നെ ചതിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഉണ്ട്. ഈ പണമെല്ലാം എങ്ങോട്ട് പോയി? കുറേയൊക്കെ ജീവനക്കാർക്കും പ്രസിഡന്റുമാരും എല്ലാം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ പണം ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ പണം മാത്രമല്ല, ശബരിമല വരുന്ന വരുമാനത്തിൻ്റെ, പല രീതിയിൽ വരുന്ന വരുമാനത്തിൻ്റെ ഏകദേശം 10, 80, 90% അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു കൊള്ള 1998 മുതൽ 1925 വരെ 2025 വരെ നിർബാധം തുടരുന്നു. കാരണം 30 വർഷത്തിനകം ഉള്ളത് മാത്രം അന്വേഷിക്കുന്നതാണ് ഉചിതം. അതിന് മുമ്പിട്ടുള്ള കാര്യങ്ങൾ അന്ന് ഇത്ര നടവരവില്ല എങ്കിലും അതിലേക്ക് അന്വേഷണം പോയാൽ അന്വേഷണം നീണ്ടുപോകും. ഇതൊരു കഴിഞ്ഞ 28 വർഷത്തെ ആ തട്ടിപ്പും വെട്ടിപ്പും കണ്ടെടുക്കാനായിട്ട് തീർച്ചയായിട്ടും SITക്ക് സഹായിക്കട്ടെ. ഏതായാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല SITയുടെ നീക്കം. പല കുറ്റാരോപണങ്ങളും പല കാര്യങ്ങളുമൊക്കെ അവർക്കെതിരായിട്ട് പലരും പറഞ്ഞു കേട്ടാൽ ഞാൻ കേട്ടു. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം ഒരു SIT എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി നടത്തുന്നത്?
അവർക്ക് ഭയലേശമില്ലാതെ അവർ പ്രതികളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന കാലത്താകും. അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ അടുത്ത് എടുക്കാൻ എത്തില്ല. പക്ഷേ പത്മകുമാർ കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് SIT മൂവ് ചെയ്യും. കാരണം ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ ഈ തട്ടിപ്പും വെട്ടിപ്പൊന്നും നടക്കില്ല. ആ മന്ത്രിക്ക് മുകളിലോട്ട് പണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും.